എൻ്റെ എൻ്റെ ലൈവ് കാണുന്ന എല്ലാ കുട്ടികളും, എല്ലാ പെൺകുട്ടികളോടും, ഈ ലൈവിൽ വന്നത് എല്ലാ പെൺകുട്ടികളോടും ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. നിങ്ങളൊക്കെ എൻ്റെ ഫാൻസാണ്, നല്ല ഫാൻസുകളാണ്, നല്ല മക്കളാണ്, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല മക്കളാണ്, നല്ല പെൺകുട്ടികളാണ്, ഒക്കെയാണ്. നിങ്ങളെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, വെല്ലട്ട് അമർത്തുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂട്ടി തന്നു ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ കല്യാണം ഉണ്ടാകുമ്പോൾ ഞാൻ എല്ലാ പെൺകുട്ടികളും അറിയിക്കും. ഞാൻ ആരും മാറ്റിയെടുത്തൂല, ഒരു പെൺകുട്ടിയെ ഞാൻ വേദനിപ്പിക്കൂല, ആരും ഞാൻ മാറ്റി നിർത്തൂല. എല്ലാവരോടും ഇർസുമോൻ്റെ കല്യാണം ഉണ്ടാകുമ്പോൾ ഒരു പെൺകുട്ടി ചോദിച്ച്, ഇർസുമോൻ എൻ്റെ കല്യാണം ഉണ്ടാകുമ്പോൾ എന്നോട് പറയുമോ? ഞാൻ പറഞ്ഞ്, എൻ്റെ കല്യാണം ഉണ്ടാകുമ്പോൾ നിങ്ങളോടല്ല പിന്നെ ആരോടെ പറയാം? പിന്നെ ഞാനിവിടെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു പെൺകുട്ടി, നിന്റെ ഫാൻസായിരിക്കുന്ന പെൺകുട്ടിയോട് കല്യാണം പറഞ്ഞില്ല എന്ന്, അത് എനിക്കൊരു തലവേദനാവില്ലേ? ഞാൻ ഒരാളെയും മാറ്റിയെടുത്തൂല, ഒരാളും. എൻ്റെ ലൈവ് കാണുന്ന നിങ്ങൾക്ക്, എൻ്റെ ലൈവ് കാണുന്ന ആൾക്കാരാണ്, നിങ്ങളൊക്കെ എനിക്ക് ഫോളോവേഴ്സ് ചെയ്യുന്ന ആൾക്കാരാണ്, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരാണ്, ബെല്ലട്ട് അമർത്തുന്ന ലൈക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇർസുമോൻ്റെ കല്യാണം ഉണ്ടാകുമ്പോൾ നിങ്ങളോട് പറയും, ചങ്കാളെ, മുത്തുമണികളെ, നിങ്ങളോട് പറയും, ഞാൻ പറയും. പോരെ നിങ്ങളെ വീട്ടിൽ വന്ന് പറയും ഇർസുമോൻ്റെ കല്യാണം ഉണ്ട് എന്ന് നിങ്ങളോട് പറയും. അതെ, നിങ്ങളെ എവിടെ ഉള്ളിടത്ത് അവിടെ വന്ന് പറയും. ഓക്കെ, കാരണം എനിക്കൊരു ബേജാറില്ല, ഞാൻ വന്ന് പറയും. നമ്മുടെ ഫാൻസുകാർ നമുക്ക് വലുത്, നമ്മളെ ഫാൻസുകാർ, നമ്മളെ ഫോളോവേഴ്സ് കൂട്ടുന്ന, നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന, നമുക്ക് ബെല്ലട്ടമർത്തുന്ന, ലൈക്ക് ചെയ്യുന്ന, നമ്മുടെ വീഡിയോസ് കാണുന്ന 37 വൈക്കും നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങളോട് കല്യാണം പറഞ്ഞാൽ മോശമല്ലേ? അപ്പം നിങ്ങളോട് തന്നെ പറയുള്ളൂ. അപ്പോൾ ഒരു പെൺകുട്ടിയെ ഞാൻ വെറുതെ ആരും ബാക്കി വെക്കൂല, എല്ലാവരും കല്യാണം പറയും. അതെ, ഉറച്ച് വരുമ്പോഴത്തേനെ ഞങ്ങൾ പറയും. ഓക്കെ, ഞാൻ പറച്ചിലായിട്ടില്ല, നമ്മൾ ശരിയായി വരുന്നുണ്ട്. എൻ്റെ മൂത്താപ്പൻ നോക്കുന്നുണ്ട്. അതെ, എൻ്റെ മൂത്താപ്പൻ നോക്കുന്നുണ്ട്. അപ്പോൾ ശരിയായി ഞാൻ പറയും. ഓക്കെ, എല്ലാവരും പറയും, കാരണം അതിനൊന്നും ബുദ്ധിമുട്ടില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു ജോലിയുണ്ട്, ഒരു സ്വന്തമായിട്ട് ആരാണ്ട് ജോലിയായാലും അലന്തില്ല മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു പെൺകുട്ടിയെ പോറ്റാൻ, ഒരു പെൺകുട്ടിക്ക് വെള്ളം കൊടുക്കാൻ, ഒരു പെൺകുട്ടിക്ക് ഒരു ചായക്കുമ്പോൾ ഒരു വെള്ളം കൊടുക്കാൻ, അവൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, അവളെ പട്ടിണി എടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. ഇല്ല, അലന്തില്ല, മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ തകരില്ല. ഒരു പെൺകുട്ടിയെ നോക്കാനുള്ള കഴിവുകളൊക്കെ ഉണ്ട്. അതെ, ഒരു പെൺകുട്ടിയെ നോക്കാനുള്ള കഴിവുകളൊക്കെ ഉണ്ട്. എനിക്ക് സ്വന്തമായിട്ട് ജോലിയുണ്ട്. അവളെ പട്ടിണിടാതെ അവളെ തിന്നാൻ കൊടുക്കാനും, അവളെ വയറ് നിറച്ച് അവളെ ഫുള്ളാക്കി കൊടുക്കാനും എന്നെക്കൊണ്ട് സാധിക്കും. അവൾക്ക് ഡ്രസ്സ് എടുക്കുക, അവൾക്ക് ഏത് മോഡലാണ് വേണ്ടി അതെല്ലാം വാങ്ങിക്കൊടുക്കും. ഈ ഇർസുമോൻ വാങ്ങിക്കൊടുക്കും, ഈ പൊന്നുമായ ഇർസുമോൻ, ഈ ചങ്കുമായ ഇർസുമോൻ. ഒരു ഇർസുമോൻ മാത്രമേ ഉള്ളൂ, എല്ലാവർക്കുമാണ് ഇർസുമോന. അതെ, എല്ലാ പെൺകുട്ടികൾക്കും ഇർസുമോനെ വേണം. ഫാൻസറായ പെൺകുട്ടികൾക്ക് ഇർസുമോനെ ഭയങ്കര കമ്പമാണ്. എല്ലാവർക്കും ഇർസുമോനെ ഇഷ്ടമാണ്. ഓക്കെ, ഒരുപാട് ചെക്കന്മാർക്കും, നമ്മളെ പോട്ട ചെക്കന്മാർക്കും നമ്മളെ ഇഷ്ടമാണ്. ഇർസുമോനോട് ഒരുപാട് ഇഷ്ടം. സെൽഫി എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അതെ, കീറി മുറിച്ചുകൊണ്ട് ഇർസുമോനോട് സ്നേഹം കാണിക്കുന്നു. ഒരു ഇർസുമോൻ മാത്രമേ ഉള്ളൂ, രണ്ടെണ്ണമില്ല. ഒരു കിർള മാത്രം, ഒരു സേയ മാത്രം, രണ്ടെണ്ണമില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഇർസുമോ ഉണ്ട് എല്ലായിടത്തിനും വണ്ടി പോയാൽ. എല്ലാവർക്കും വേണം, പെൺകുട്ടികൾക്കും വേണം, ആൺകുട്ടികൾക്കും വേണം, പെൺകുട്ടിയുടെ ഉമ്മാക്ക് വേണം, പെൺകുട്ടിയുടെ ബാപ്പാക്ക് വേണം. ഞങ്ങൾ നിങ്ങളെ ഫാൻസാണ്. ആയിക്കോട്ടെ മോളെ, നിങ്ങൾ നമ്മളെ ഫാൻസ് ആയിക്കോട്ടെ. ഞങ്ങളെ കല്യാണം ഉണ്ടാകുമ്പോൾ നിങ്ങളോട് ഞാൻ ആദ്യമായി പറയും. ഓക്കെ, കല്യാണം റെഡി ആകട്ടെ, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, അപ്പോൾ കല്യാണം റെഡിയാവും. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഈ പ്രാർത്ഥന എല്ലാവരും അള്ളാഹ് സ്വീകരിക്കട്ടെ. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് ഒരുപാട് പ്രവാസികളുണ്ട്, ഗൾഫിൽ, ഖത്തറിലുണ്ട് ഒരുപാട് ആൾക്കാർ. അവരൊക്കെ എൻ്റെ ഫാൻസറാണ്. ഓരോടൊക്കെ ഈ കല്യാണം പറയും, എല്ലാവരോടും പറയും. എന്നാലും എനിക്ക് 2-3 ആൾക്കാർ വിളിച്ചിരുന്നു. അതെ, അവരും എന്നെ കാണാൻ വരുന്നുണ്ട്. വരട്ടെ, എല്ലാവരും വരട്ടെ എന്നെ കാണാം. അൽഹംദുലില്ലാ, നല്ലതിലേക്ക് പോകുന്നു. നല്ലൊരു കല്യാണമായി
ജീവിക്കാനാണ് നിങ്ങൾക്കൊക്കെ തോന്നുന്നല്ലേ? അതെ, ഇർസുമാനിക്ക് ഒരു പെൺകുട്ടിയുടെ കൈ പിടിക്കുന്നത് കാണണം. അതെ, ഇർസുമാൻ്റെ ചോറ് എന്നത് ഒരാൾക്ക് തിന്നാൻ തോന്നുന്നുണ്ട്. ഒരു ഉള്ള ചോറ് ഇർസുമാൻ്റെ കല്യാണത്തിന് കിട്ടണം. ആയിക്കോട്ടെ, തരാം. എത്ര വേണം തരാം. ഒരു ചെമ്പ് വാണി തരാം. അതെ, തിന്ന് പോയിക്കോളി. ആരെ കിട്ടിയില്ല തരണ്ട. ആർക്കും വാണി കൊടുക്കും. ഒരാളും മടക്കി വിടില്ല. ഒരാളും ഭക്ഷണം ഇല്ലാറിനാണ് വിടില്ല. തന്നിരിക്കും. അതിനുള്ള ഫണ്ടുകളൊക്കെ വരും. ഓക്കെ, അതിനുള്ള ഫണ്ടുകളൊക്കെ വരും. ഇൻഷാ അല്ലാഹ് എല്ലാം ഉണ്ടാവും. നിങ്ങളോടൊക്കെ പറയും. ഓക്കെ, എല്ലാ പെൺകുട്ടികളോടും ഓക്കെ പറയും. നിങ്ങൾ കരയരുത് കേട്ടോ, കരയരുത്. കാരണം നിങ്ങളെ ഇർസുമാനെ ഒരുപാട് പൂതി വെച്ചുകൊണ്ട് ഒരുപാട് പൂതി വെച്ചിന്. ഞങ്ങൾ കല്യാണം കഴിക്കാൻ ഒരുപാട് കല്യാണം കഴിക്കാൻ പൂതി വെച്ചിന്. അതൊന്ന് കരാൻ പാടിട്ടോ, കരയരുത്. ഞങ്ങളെ എൻ്റെ നാണം കെട്ടല്ലേ. കാരണം നാണം കെട്ടരുത്. കാരണം നമ്മളെ കല്യാണം കഴിയുമ്പോൾ നിങ്ങൾ നാണം കെട്ടരുത്. കാരണം ഞാൻ ഒരുപാട് ഇർസുമാനെ പൂതി വെച്ചിന്ന് പറഞ്ഞുകൊണ്ട് ആരും പറയരുത്. ഓക്കെ, അങ്ങനെ കല്യാണത്തിൽ പറയാൻ പാടില്ല. ഓക്കെ, ആർക്കും ഇർസുമാൻ ആർക്കും പൂജ വെച്ചിട്ടില്ല അറിയും. ഓക്കെ, ഇർസുമാനെ ആർക്കും പൂജ വെച്ചിട്ടില്ല. ലൈവിലുള്ളവരും ആരും പൂജ വെച്ചിട്ടില്ല. ഇർസുമാൻ നല്ലൊരു കുട്ടീനെ കണ്ടു വെച്ച് ആ കുട്ടീനെ കല്യാണം കഴിക്കുന്നു. ഓക്കെ, അതാണ് ഇർസുമാൻ ചെയ്തത്. ഓക്കെ, ഇർസുമാൻ ഒരു കുട്ടീനെ കണ്ടു വെച്ച് ആ കുട്ടീനെ കല്യാണം കഴിക്കുന്നു. അതെ, അത് മൂത്താപ്പ കണ്ടെന്ന് കാണിച്ചു തരുന്നു. ഞാൻ കാണാൻ പോകുന്നു. ഞാൻ ആ പെൺകുട്ടിനെ കല്യാണം കഴിക്കുന്നു. ഓക്കെ, അങ്ങനെയാണ്. ഓക്കെ, അതാണ്. അപ്പോൾ ഇർസുമാൻ ആരും ഒരു ഇഷ്ടമാണ്. അതുപോലെ ഫോട്ടോന്ന് പോലെ ലൈക്ക് അടിക്കരുത് പറയുക. ഫോട്ടോയിൽ ലൈക്ക് അടിക്കരുത്. അതുപോലെ പിന്നെ ഫോട്ടോത്തിന് ഒരുപാട് ലൈക്കും കമൻറ്റും ഐലാബിനും ഇടരുത്. കാരണം ഇർസുമാനിക്ക് നല്ലൊരു പെൺകുട്ടി ഇർസുമാൻ നോക്കുന്നുണ്ട്. അതെ, നിങ്ങളായിട്ട് അതെ ഇർസുമാൻ നോക്കുന്നുണ്ട്. നിങ്ങളെ മാതാപിതാക്കളുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നിങ്ങളെ ഉമ്മ വാപ്പൊക്കെ ഉണ്ടെങ്കിൽ അല്ലാതെ പോയിട്ട് ലൈക്ക് അടിച്ചിട്ട് എനിക്കിഷ്ടമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്, ഒരുപാട് കൊതി കൂടെ ഇഷ്ടമുണ്ട് പാണ്ട് കാര്യമില്ല. നിങ്ങളെ ഉമ്മയും ബാപ്പയും വന്ന് പറട്ടെ. ഓക്കെ, നിങ്ങളെ വാപ്പയും വന്ന് പറട്ടെ എന്നോട്. അതെ, അല്ലാതെ നിങ്ങളെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ വരില്ല. ഓക്കെ, നിങ്ങളെ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങൾ ലൈക്ക് അടിച്ചാൽ ഞാൻ വരുന്നില്ല. ഓക്കെ, നിങ്ങളെ ഉമ്മയും ബാപ്പയും പറട്ടെ. അതെ, എൻ്റെ മോളെ കൊണ്ട് താല്പര്യമുണ്ട്. അതെ, എൻ്റെ മോളെ ഞാൻ നിങ്ങൾക്ക് കെട്ടിച്ചതാന്ന് പറയട്ടെ. അപ്പോൾ ഓക്കെ. അല്ലാതെ നിങ്ങൾ വന്നിട്ട് എനിക്ക് ഇഷ്ടമാണ് അന്ന് പറയരുത്. അതൊന്നും നടക്കൂല. നിങ്ങളെ ഉമ്മയും ബാപ്പയും വന്ന് എന്നോട് വന്ന് പറയട്ടെ. നിങ്ങളെ ഉമ്മയും ബാപ്പയും. അതെ, എൻ്റെ മോളെ ഞാൻ നിങ്ങൾക്ക് തരാം. അങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെ. അല്ലാതെ മോക്ക് ഇഷ്ടമാണ് ഇർസുമാനെ അറിഞ്ഞുകൊണ്ട് വന്നിട്ടും കാര്യമില്ല. ഓക്കെ, മോക്ക് ഇർസുമാനെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമുണ്ട്, ഒരുപാട് ഫോട്ടോസ് കണ്ട്, ഒരുപാട് ലൈക്ക് അടിച്ച്, ഒരുപാട് സബ്സ്ക്രൈബ് ചെയ്ത് ബെലട്ടമർത്തി അറിഞ്ഞുകൊണ്ട് ലൈക്ക് അടിച്ച് കാര്യമില്ല. മോളെ ഉപ്പയും ബാപ്പയും മോളെ വളർത്തിയുണ്ടാക്കി ഉമ്മയും ബാപ്പയും വരട്ടെ. ഓക്കെ, എൻ്റെ ഉമ്മ അതെ എൻ്റെ മൂത്താപ്പയും വരട്ടെ. ഓക്കെ, അതാണ് മനസ്സിലായില്ലേ? എൻ്റെ ഉപ്പ ഇല്ലെങ്കിലോ എൻ്റെ ഉമ്മയും എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ മൂത്താപ്പ. ഓക്കെ, മൂത്താപ്പാണ് എല്ലാം കാര്യം ചെയ്യുന്നത്. അപ്പോൾ മൂത്താപ്പാട് പറയാം. ഓക്കെ, മനസ്സിലായില്ലേ? അതാണ് കാരണം. അപ്പോൾ അതുപോലെ മോളെ ഉപ്പയും മോളെ ഉമ്മയും വന്നിട്ട് എന്നോട് പറയും വേണം, എൻ്റെ ഉമ്മയോട് പറയും വേണം. ഓക്കെ, അല്ലാതെ മണ്ടി ചെന്നുകൊണ്ട് എനിക്ക് സുമാൻ ഒരുപാട് ഇഷ്ടമുണ്ട്, എനിക്ക് തരണം പറഞ്ഞാൽ നടക്കൂല. ഓക്കെ, എനിക്ക് സുമാൻ ഒരുപാടുണ്ട്, എനിക്ക് തരണം, അതൊന്നും പറഞ്ഞ കാര്യമില്ല. ആദ്യം മോളെ ഉപ്പ ഒറിജിനൽ ഉപ്പ, മോളെ ഒറിജിനൽ ഉമ്മി അത് വന്നാൽ ഓക്കെ. ഓക്കെ, അല്ല മോളെ തീരുമാനത്തിലേക്ക് ഇർസുമാൻ ശരിയാവില്ല. ഓക്കെ, അത് പ്രേമമാവും, അത് വേണ്ട. ഓക്കെ, ആ പ്രേമം വേണ്ട. നമുക്ക് നേരിട്ട് കൊണ്ട് ഉമ്മയും ബാപ്പയും വന്ന് പെൺകുട്ടിയുടെ ഉമ്മയും ബാപ്പയും പറഞ്ഞാൽ ഓക്കെ. അത് മോള് പ്രേമിച്ചുകൊണ്ട് വന്ന് പറഞ്ഞ ആവശ്യമില്ലല്ലോ. ആ പരിപാടി വേണ്ട. ആ പരിപാടി എനിക്ക് ഇഷ്ടമേനില്ല, എനിക്ക് താല്പര്യമില്ല. ഈ പ്രേമിക്കണം എനിക്ക് തീരെ ഇഷ്ടമില്ല. എനിക്കത് തെറ്റാണ് കാണുന്നത്. എനിക്കത് ദേഷ്യമാണ്. കാരണം എൻ്റെ ചങ്കിലത് കേൾക്കണില്ല. എൻ്റെ ശരീരത്തിൽ അത് പറ്റണില്ല. കാരണം എനിക്കത് ദേഷ്യമാണ് ഈ പ്രേമിക്കാറിനാൽ. അതെനിക്കിഷ്ടമില്ല. ഞാൻ അല്ല സത്യം.
എനിക്ക് ഇഷ്ടമില്ല. ഞാൻ തുറന്ന് പറഞ്ഞു, ഞാൻ ഒരു പെൺകുട്ടിനെ പ്രേമിക്കലില്ല. എനിക്കത് ഇഷ്ടമില്ല. പെൺകുട്ടിയുടെ ഉമ്മയും ബാപ്പയും എന്നോട് വന്ന് പറഞ്ഞാൽ ഓക്കെ. പെൺകുട്ടിയുടെ ഉമ്മ എൻ്റെ മകളെ നിങ്ങളെ ഒരുപാട് ഇഷ്ടമുണ്ട്, അത് ഓക്കെ. നിങ്ങളെ ഉമ്മ, ആ പെൺകുട്ടിയുടെ ഉമ്മ പെൺകുട്ടിയുടെ വാപ്പ വന്ന് പറഞ്ഞാൽ ഓക്കെ. അല്ലാതെ നമ്മൾ ബാധ തുറക്കൂല. ഓക്കെ, പെൺകുട്ടിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് നമ്മൾ വാഴക്കൂല. ഓളെ ഉമ്മയും ബാപ്പയും വന്ന് പറഞ്ഞാൽ മാത്രം നമ്മൾ അന്വേഷിക്കുള്ളൂ. അതെ, ഓളെ ഉമ്മയും ബാപ്പയും വന്നാൽ അന്വേഷിക്കുള്ളൂ. അല്ലാതെ നമ്മൾ ആ ബാധ തുറക്കൂല. ഓക്കെ, നമ്മൾ ആ പാകത്തേക്ക് നോക്കൂല. നമ്മളങ്ങനെയാണ്, നമ്മളാ ഭാഗത്ത് നോക്കൂല. എനിക്കിഷ്ടമില്ല, എനിക്ക് പ്രേമിക്കണ തീരെ ഇഷ്ടമില്ല, താല്പര്യമില്ല. കാരണം എനിക്ക് താല്പര്യമില്ല. എനിക്കൊരു പെൺകുട്ടി മരിക്കണ ഇഷ്ടമില്ല. ഒരു പെൺകുട്ടി എന്നെ കൊണ്ട് വരാനും പാടില്ല. അതെ, എനിക്കത് ഇഷ്ടമില്ല. എനിക്ക് താല്പര്യമില്ലാത്തതാണ്. ഞാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞില്ല, ഇല്ല. ഞാൻ മുറിച്ചിട്ടാരും ഇല്ല. കാരണം ഇല്ല, എനിക്ക് താല്പര്യമില്ല. എനിക്കത് തീരെ ഇഷ്ടമില്ല. എനിക്ക് അങ്ങനത്തെ കാര്യം തീരെ ഇഷ്ടമല്ല. ഒരുപാട് ആൾക്കാർ പറഞ്ഞ് പ്രേമിച്ചൂടാന്ന്. എനിക്കൊരു ആവശ്യമില്ല. ഞാൻ ഒരിക്കലും പ്രേമിക്കൂല, ഒരിക്കലും ചെയ്യില്ല. ഇത് കേൾക്കണ ഉമ്മമാരുണ്ടേ കേൾക്കുക, അല്ലെ ബുദ്ധി. ഈ കേൾക്കണ ഉമ്മമാർ അവിടെ കേൾക്കട്ടെ. ഞാൻ ഒരിക്കലും നിങ്ങളെ മകളെ പ്രേമിക്കാനും നിൽക്കുന്നില്ല. അതെ, പെൺകുട്ടി ഉമ്മനെയും ബാപ്പാനെയും കൊണ്ടുവരാൻ ഓക്കെ. ഉമ്മാനെയും ബാപ്പാനെയും കൊണ്ടുവന്ന് ഒരു കസാരിട്ട് മട്ടത്തിലിരുന്ന് സംസാരിച്ച് ഓക്കെ, ഇന്നലെ ഓക്കെ. പെൺകുട്ടിയുടെ ഉമ്മ വരട്ടോ, പെൺകുട്ടിയുടെ ബാപ്പയും വരണം, പെൺകുട്ടിൻ്റെ ആങ്ങളയും വരണം, പെൺകുട്ടിൻ്റെ അമ്മോനും വരണം, ഇന്നലെ ഓക്കെ. അല്ലാതെ ഈ വാല് തുറക്കില്ല. ഓക്കെ, പെൺകുട്ടി പറഞ്ഞാൽ ഈ വാല് തുറക്കാൻ എന്നൊക്കെ അറിയില്ല. പെൺകുട്ടി പറഞ്ഞാൽ ഈ വാല് തുറക്കാൻ എനിക്കാവില്ല. എനിക്ക് എൻ്റെതാകാൻ പറ്റുള്ളൂ. ഓക്കെ കേട്ടോ പെൺകുട്ടി എനിക്ക് എൻ്റെതാകാൻ പറ്റുള്ളൂ. എനിക്ക് നിങ്ങളതാകാനില്ല. എനിക്ക് എൻ്റെതാകാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു വരുന്നതാകാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെതാകാൻ പറ്റുള്ളൂ. ഓക്കെ, എനിക്ക് എൻ്റെ ജീവിതം. അതെ, ആ പെൺകുട്ടിക്ക് പെൺകുട്ടി ജീവിതം, അത് ആ നിലനിൽക്കാനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായില്ലേ? അവനക്ക് പെൺകുട്ടി ഇഷ്ടപ്പെട്ടിന് നീ ഇർസുമാന ഒരുപാട് ഇഷ്ടപ്പെട്ട്, ഇർസുമാനെ വീഡിയോ കണ്ടുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ബെലട്ട് അമർത്തുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്, ഒക്കെ ഓക്കെ. പെൺകുട്ടിയുടെ ഉമ്മയും ബാപ്പയും വരണം. ഓക്കെ, പെൺകുട്ടിയുടെ ഉമ്മയും ബാപ്പയും വരണം, പെൺകുട്ടിൻ്റെ ആങ്ങളെ വരണം, പെൺകുട്ടിൻ്റെ ചെറിയ ആങ്ങളയും വരണം. അതെ, ആരൊക്കെ ഉണ്ടോ ഓലൊക്കെ വന്നിട്ട് വട്ടത്തിൽ കൂടി ഇരുന്ന് എൻ്റെ മൂത്താപ്പ, എൻ്റെ ഉമ്മ, എൻ്റെ മൂത്തമ്മ എല്ലാവരും കൂടിയിട്ട് തീരുമാനിച്ചിട്ട് വേണം നമ്മൾ എന്താവുക, കുടുംബത്തേക്ക് കിടക്കുള്ളൂ. ഓക്കെ, ലൈറ്റൊക്കെ മാറ്റുള്ളൂ. അല്ലാതെ പെൺകുട്ടി മാത്രം പറഞ്ഞാൽ അത് വാതിലടക്കാൻ കുറച്ച് പാടാണ്. പെൺകുട്ടി പറഞ്ഞാൽ കുറച്ച് വാതിലടക്കാൻ പാടാണ്. നീ ഏത് തട്ടിട്ടാലും, നീ ഏത് മുഖംമൊഴിട്ടാലും, അതെ, നീ ഏത് മുഖംമൊഴിട്ടാലും, നീ ഏത് മറിച്ചിട്ടാലും ആ പെൺകുട്ടിയുടെ വാക്ക് ഞാൻ കേൾക്കില്ല. പെൺകുട്ടിയുടെ ഉമ്മ പറയണ്ടോ അത് മാത്രമാണ്. പെൺകുട്ടിയുടെ ഉമ്മ, പെൺകുട്ടിയുടെ ബാപ്പ അത് പറയുകയാണെങ്കിൽ ഓക്കെ. അതെ, ഓക്കെ. എന്നാ ഓക്കെ, അസ്സലാമു അലൈക്കും. എല്ലാവരും പോയി ഇറങ്ങിക്കോളി. ഓക്കെ, എല്ലാവരും പോയി ഇറങ്ങിക്കോട്ടോ. അസ്സലാമു അലൈക്കും. എല്ലാവരും പോയി, ഈ ലൈവിലുള്ളവരൊക്കെ പോയി ഉറങ്ങിക്കോളി. നിങ്ങൾ ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ കാണാം. വിധി ഉണ്ടെങ്കിൽ നാളെ കാണാം. അസ്സലാമു അലൈക്കും. എന്നാ ഓക്കെ, എല്ലാവരും ചോറ് വെച്ചുകൊണ്ട് ഉറങ്ങിക്കോളി. ഓക്കെ.